ഹായ്, ഹലോ, എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഒടിച്ചൂത്തി നാരങ്ങ വെച്ചിട്ട് വെള്ള കളറിലെ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ചെറുനാരങ്ങക്കായും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു തരം നാരങ്ങയാണേ. കുറച്ച് ദിവസമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് അച്ചാറിടാമെന്ന് വിചാരിച്ചു. കുറച്ച് വാടുകയും ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയിൽ നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് കുറച്ച് വാടിപ്പോയി. അപ്പോൾ അതിനായിട്ടൊരു ഇഡ്ഡലി പാത്രം എടുത്ത് വെക്കുക. ഇഡ്ഡലി പാത്രത്തിനകത്ത് നമ്മൾ ആ തട്ട് വെച്ചിട്ട് അതിനകത്ത് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. വേവ് കൂടി പോവുകയും ചെയ്യണ്ട. കാരണം വേവ് കൂടിപ്പോയി കഴിഞ്ഞാൽ അളിഞ്ഞു പോകും. ഒരുമാതിരി എന്താ പറഞ്ഞ തോലൊക്കെ കട്ടിയില്ലാണ്ട് ഇങ്ങനെ ഇതായിപ്പോവും. അപ്പോൾ അങ്ങനെ ആവരുത്. അപ്പോൾ അത് കറക്റ്റ് വേവിന് തന്നെ എടുത്ത് മാറ്റുകയും വേണം. അതിനായിട്ട് നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു വരും, ഒന്ന് പതുങ്ങി വരും. പൊട്ടിപ്പോവുകയും ചെയ്യരുത്. തോല് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നതിന് തൊട്ട് മുന്നേ അത് മാറ്റുക. എന്നിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഈ നാരങ്ങയെ സംബന്ധിച്ച് ഇതിന് കുറച്ച് നീര് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ. ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇതാവത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കാന്താരിമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന ഒരു പാത്രം എടുക്കുക. അച്ചാറുണ്ടാക്കാൻ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. എള്ളെണ്ണ ഇത് വേണമെങ്കിലും ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, പിന്നെ വറ്റൽമുളക് ഇത് മൂന്നും കൂടെ ഇട്ട് കടുക് പൊട്ടിക്കുമ്പം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ചാറ് ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അപ്പോൾ ചെറിയ പീസായിട്ട് വേണം ഈ വറ്റൽമുളക് മുറിച്ചിടാൻ. എന്നിട്ട് അത് കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇത് രണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വാടി വരുമ്പോഴത്തേനും മാത്രം നമുക്ക് പിന്നെ കാന്താരിമുളക് ഇട്ട് കൊടുത്താൽ മതിയാവും. കാന്താരിമുളക് ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാന്താരിമുളക് ചതച്ചിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചതയ്ക്കാതെ നമ്മൾ കാന്താരിമുളക് മുഴുവനായിട്ട് ഇടുമ്പോൾ പിന്നെ ഇത് എണ്ണയിൽ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊത്തത്തിൽ അടഞ്ഞിരിക്കാത്ത രീതിയിൽ കുറച്ച് ലൂസായിട്ടുള്ള ആവി പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു അടപ്പ് വെച്ചിട്ട് മൂടണം. കാരണം നമ്മുടെ പുറത്തേക്ക് കാന്താരിമുളക് തെറിച്ച് വരരുത്, എണ്ണയും കൂടെ. അതിന് വേണ്ടിയിട്ട് എന്നാൽ ആവി പോവുകയും വേണം. അതേ രീതിയിൽ മറച്ച് വെക്കണം. അടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് മറച്ച് വെക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ്. നമ്മുടെ കണ്ണിലും ഒക്കെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് പിന്നെ കാന്താരിമുളകും ഒക്കെ ഇട്ട് കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേന് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഞാൻ മറന്നുപോയൊരു കാര്യം, പിന്നെ കായം ഇടണമായിരുന്നു കേട്ടോ. കായം ഞാനിപ്പോൾ ഇട്ടു. ഒരു ഇച്ചിരി കായം പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇട്ടാൽ മതി. പിന്നെ ഞാൻ കായത്തിൻ്റെ കഷ്ണം ഇട്ടത്. അപ്പോൾ അതൊരു ചെറിയ കഷ്ണം ഇതിനകത്ത് ആദ്യമേ തന്നെ ഇട്ടിട്ട് പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മൂത്ത് പോയി കഴിഞ്ഞാലൊക്കെ അതിൻ്റെ രുചിയെ മാറിപ്പോവും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങ ഇടാവുന്നതാണ്. ഈ നാരങ്ങയ്ക്ക് കുറച്ച് അതിൻ്റെ നീര് കൂടുതലുള്ള നാരങ്ങയാണ് ഈ ഒടിച്ചൂത്തി നാരങ്ങ എന്ന് പറയുന്നത്. അതിന് ഈ പിന്നെ ചെറുനാരങ്ങക്കായും കുറച്ചും കൂടെ നീര് കൂടുതലുള്ളതാണ്. അപ്പം പിന്നെ കുറച്ച് എന്താ പറയുന്നത്, സോഫ്റ്റായിട്ടിരിക്കും അച്ചാറിടുമ്പോൾ. എന്ന് വെച്ചാൽ ഈ തോലിനൊക്കെ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടിരിക്കും.
ചെറുനാരങ്ങയുടെ ആകുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ടൊരു കയ്പ്പ് രസവും കുറച്ചുണ്ടാവും. അത് കയ്പ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ എന്നാലും നല്ല ടേസ്റ്റുള്ള അച്ചാറാണേ. പിന്നെ ഞാൻ കല്ലുപ്പ ഇട്ട് കൊടുത്തത്. കാരണം ഞാൻ സാധാരണ ഉപ്പ് നീരാണ് ഒഴിക്കുന്ന കറിക്കൊക്കെ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പ് നീര് നമ്മൾ അച്ചാറിന് ഒഴിച്ച് കഴിഞ്ഞാൽ പൂപ്പൽ വരും. അതിന് കല്ലുപ്പ ഞാൻ ഇട്ടത് കേട്ടോ. പൊടിയുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ കല്ലുപ്പിട്ടു. കല്ലുപ്പിടുന്നത് ഒരു കണക്കിന് നല്ലത്. വേറെ കുഴപ്പമൊന്നുമില്ല. പൊടിയുപ്പിനേക്കാളും നല്ലത് കല്ലുപ്പ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കണം. വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള രുചി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഈ ചാറ് നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ വിനാഗിരി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ ചാറുണ്ടാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ അച്ചാറിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണേ. അപ്പോൾ കുറച്ച് പുളിപ്പും കുറച്ച് എരിവും കുറച്ച് കയ്പ്പും ഒക്കെ ഉള്ളൊരച്ചാറാണ്. എല്ലാവർക്കും ഈ അച്ചാർ ഇടാനൊക്കെ അറിയായിരിക്കും. ഓരോരുത്തരും ഇടുന്നത് ഓരോ രീതിയായിരിക്കും എന്ന് മാത്രം. ഇതിപ്പോൾ ഏതൊരു കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ രീതിയായിരിക്കും. പിന്നെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.